ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ പോല. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഒത്തിരി അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ്സിൽ. ഞാൻ അതൊക്കെ വായിച്ചു. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പോളിന്റെ നൂഡിൽസിനേക്കായി നല്ലത് പോളിന്റെ സംസാരമായിരുന്നു, മലയാളം കേൾക്കാനായിരുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് ഒരു കോംപ്ലിമെന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഇനിയും ഞാൻ അങ്ങനെ മലയാളം സംസാരിക്കാം നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമാണ്. ചേച്ചി പറഞ്ഞു കുക്കിംഗ് നല്ലതായിരുന്നു മോനെ എന്നൊക്കെ പറഞ്ഞു. അത് ഇനിയിപ്പോ ക്ലാസ്സസിൽ പോകാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും ഞാൻ ഇപ്പം പറയുന്നില്ല. ഇപ്പം നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ വരുന്ന വീഡിയോയിൽ ഞാൻ വരുമായിരിക്കും. ഓക്കെ, ബൈ. ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒത്തിരി നല്ല അഭിപ്രായം പറഞ്ഞു. മോൻ്റെ വീഡിയോ കണ്ടിട്ട് അവന് കുക്കിംഗ് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നാണ് പറയുകയും ചെയ്തത്. റീച്ചാൻ അവൻ കമ്പ്യൂട്ടർ സയൻസാണ് എടുത്തേക്കുന്നത്. ഇവന് ഇതിലും നല്ല താല്പര്യമില്ല. ഇവന് വല്ല ഹോട്ടൽ മാനേജ്മെൻറ്റിനെ കാണാം വിടുന്നതായിരുന്നു നല്ലതെന്നൊക്കെ റീച്ചാൻ ഇങ്ങനെ തമാശയായിട്ടിരുന്ന് പറയുകയും ചെയ്ത്. പിന്നെന്താ, ഞാൻ അവനെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാം. അവനിപ്പോൾ പോകാൻ ധൃതിയായിട്ടിരിക്കുക ക്ലാസ്സിന്. ഇപ്പോൾ 7:30 ആകാറായിട്ടുണ്ട്. കോളേജിലൊക്കെ പോയിട്ട് ഇത്തിരി മുമ്പേ വന്നേ. അപ്പോൾ അവനും അത് സന്തോഷമാവും. അവൻ പറയും, മമ്മി താണ്ട എല്ലാവരും പറയുന്നുണ്ടല്ലോ കുക്കിംഗ് ചെയ്യാൻ പറയാം. അവരൊക്കെ വലിയ ഇപ്പം ഞാനൊരു പുതിയ കത്തി വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അവനില്ല ഇവൻ കുറേ വീഡിയോകൾ കാണും. ചേട്ടൻ ഈ അസ്മാർ എന്ന് വെച്ചാൽ കറ സൗണ്ട് കേട്ട് ഇങ്ങനെ കഴിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ കൊറിയക്കാരുടെയൊക്കെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് അതൊക്കെ അവർ കാണും. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കുക്കിംഗ് കാണുമ്പോൾ ഇങ്ങനെ കിഷ് എന്ന് പെട്ടെന്ന് സവാളൊക്കെ അറിയത്തില്ല. അതൊക്കെ അങ്ങനെ ചെയ്യാനാവും. ഞാൻ പറഞ്ഞാൽ അതൊക്കെ കയ്യും കാണാൻ പോകും. അവനങ്ങനെ പിന്നെ വലിയ സ്റ്റൈല് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമുക്ക് മനസമാധാനത്തോടെ ഇവരെ ഏൽപ്പിക്കാനൊക്കത്തില്ല. ഇവനൊത്തിരി ഓയിലൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ എനിക്ക് പാളയത്തോടെ പഴം ഭയങ്കര ഇഷ്ടം. ഇവിടെ ഈ പിള്ളേർക്കൊന്നും അതിഷ്ടമല്ല. അത് നല്ല പഴുത്ത്, എനിക്ക് ഏത്തക്ക അതിന് നല്ല കനിഞ്ഞ ഏത്തക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അത് നേരെ വിപരീതം, പഴുത്ത് ഇത്തിരി തൊലി കറുത്തത് ഇവിടെ കണ്ണേ കണ്ടുകൊണ്ട് ഇവർക്ക്. അല്ലെങ്കിൽ തന്നെ റേച്ചാൻ ഇതൊന്നും അങ്ങനെ കഴിക്കാറില്ല. പാളയത്തോടും പഴം ഇങ്ങോട്ട് നല്ല കനിഞ്ഞത് കൊണ്ടുപോയി നല്ല ചക്കപ്പഴത്തിൻ്റെ മണമാണ്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് പുട്ട് തിന്നാൻ തോന്നും. അതും ഗോതമ്പ് പുട്ട്. അപ്പോൾ ഈ പിള്ളേർ രണ്ടും കഴിക്കുന്നില്ല. അപ്പം ഇപ്പം ഇവിടെ സീസൺ എപ്പോഴൊന്നും ഇവിടെ ഇല്ല. ഇപ്പം ഈ സീസണിൽ പഴന്തോടം പഴം കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റേച്ചാൻ കൊണ്ടുവന്നപ്പം ഇത്തിരി അങ്ങ് പഴുത്തത് അവർ 30 രൂപയ്ക്ക് അങ്ങോട്ട് കൊടുത്തെന്ന് പറയുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാളയന്തോടം പഴം. അപ്പോൾ അത് ഒട്ടനെ ഞാൻ രാത്രി പുട്ടുണ്ടാക്കി. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് കഴിഞ്ഞ് ഞാൻ റീച്ചാൻ പിന്നെ അന്ന് നേരത്തെ റീച്ചാൻ വന്നു. പിന്നെ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ഇന്നലെ സൺഡേ പച്ചക്കറിക്ക് പോയണ്ടേ അതിൻ്റെ തലേന്നാണ് കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു. അപ്പോൾ റീച്ചാൻ ചിന്തിച്ചു ഇവിടെ കാണുമെന്ന്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു റീച്ചാൻ ഒത്തിരി കൊണ്ടുവന്നു, ഇനി അതെല്ലാം കൂടെ നമ്മൾ കൊതിക്ക് തിന്നിട്ട് ഷുഗറും കാണോ ആയാലോ എന്നൊരു വാക്കും പറഞ്ഞു. ഞാൻ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്നില്ല. അപ്പം ചോദിച്ചുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉണ്ടായിരുന്നെന്ന്. കാരണം ഞങ്ങളുടെ ബാജി മാർക്കറ്റിന് അവിടെ തന്നെ നമ്മൾ ഈ തുണി അയൺ ചെയ്യാൻ കൊടുക്കത്തില്ല. അവരുടെ വീടും അവിടെ. അപ്പോൾ ചിലപ്പം തുണിയൊക്കെ വാങ്ങിക്കാൻ പോകാൻ കാര്യം നമ്മൾ കൊടുക്കുമ്പോൾ ഇവർ ചിലപ്പം നേരത്തെ അവൻ എന്നും വരുമായിരുന്നു. ഇപ്പം ഒന്നിടെ വിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഈ കൊടുക്കുന്ന തുണികൾ ചിലപ്പം കൊണ്ടുവരാനെങ്ങാനും ബുദ്ധിമുട്ടോ അങ്ങനെ കാണോ, അല്ലെങ്കിൽ രാവിലെ വേണോ അങ്ങനെ കാണും, ബൈ ചാൻസ് എമർജൻസി അങ്ങനെ ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലെ ചായ ഒന്ന് തിളച്ചു. അതിനുശേഷം ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഒരു പ്രത്യേക ഇതായിട്ടോ, തേയിലയൊക്കെ നന്നായി വെന്തിറങ്ങി ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ ഈ തവിയും കൊണ്ട് ഇങ്ങനെ കോരി ഒഴിക്കുന്ന ഉടനെ. അപ്പോൾ ചായ അവിടെ അടപ്പത്ത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കൂടുതലും ആൾക്കാർ ദോശക്കാരാണ്.
ഈ തേയില ഇന്നലെ ഡിമാർട്ടിൽ പോയണേ പുതിയത് വാങ്ങിച്ചുകൊണ്ട് വന്നയാ. ഇത് ഒരിടയ്ക്ക് പിന്നെ ഇവിടെ ഈ ബ്രെഡ് ഞങ്ങൾ വാങ്ങിക്കുമായിരുന്നല്ലോ, അപ്പോൾ ആ ബ്രെഡിൻ്റെ കൂടെ ചെറിയൊരു പാക്കറ്റ് ഫ്രീ ആയിട്ട് വരുമായിരുന്നു, പിന്നെ നമ്മുടെ ഈ വീറ്റ് ബ്രെഡിൻ്റെ കൂടെ. അപ്പം ഞാനതിങ്ങനെ ഒരു ഡബ്ബയിലിട്ട് ഒരു 100-150 ഗ്രാമോളം ഉണ്ടായിരുന്നത്. നമ്മൾ എന്നും ബ്രെഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ എന്നും നമ്മൾക്ക് കിട്ടുമല്ലോ ഇത്. അപ്പോൾ അത് ആ ചായപ്പൊടി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി കുറച്ചിട്ടാലും മതിയായിരുന്നു. അപ്പം അത് കാക്കിലോ 150, വിലയിലും വ്യത്യാസമുണ്ട്. ഞങ്ങൾ ടാറ്റ ആഗ്നിയായിരുന്നു വാങ്ങിക്കുന്നത്, അത് കാക്കിലോ 60 രൂപ എങ്ങാണ്ടായിരുന്നു, ഇത് കാക്കിലോ 150 രൂപ. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇത് ഇപ്പം കൊണ്ടുവന്ന് ഇന്ന് ഞാൻ ഈ പുതിയതും കൊണ്ടാണ് ഇട്ടത്. പക്ഷെ അന്ന് സാമ്പിൾ ഞാൻ പറയില്ല, ബ്രെഡിൻ്റെ കൂടെ സാമ്പിൾ ഇങ്ങനെ വന്നായിരുന്നെന്ന്. അപ്പോൾ അത്രയും ഒരു ടേസ്റ്റ് എടുത്തറിയുന്നില്ല. എന്തോ അതായത് സാമ്പിളിൻ്റെ അത്രയും അങ്ങോട്ട് പിന്നെ കറക്റ്റായിട്ട് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ വാങ്ങിച്ചത്. എന്തോ അതായാലും ഒരു പ്രാവശ്യം വാങ്ങിച്ചു. അത് നമ്മൾ പൊടി മറ്റേ ഇടുന്നതിൻ്റെ അത്രയും ഇടുകയും വേണ്ട. പക്ഷേ എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, നമ്മളിതിന് വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് നമുക്കൊരു ആഗ്രഹം തോന്നും. അപ്പോൾ ദോശക്കാരെല്ലാം പേപ്പർ ദോശക്കാരാണ്. കട്ടി കുറഞ്ഞ ദോശയാണ് വേണ്ടിയതവർക്ക്. കുറേ നേരം കൂടി ഇടുവാണെങ്കിൽ പോളിനാണെങ്കിലും അങ്ങ് മൊരിഞ്ഞ് കിട്ടണം. അപ്പം ചൂടോടാവുമ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മൊരിഞ്ഞിരിക്കും. ഇച്ചിരി നേരം വെക്കുവാണെങ്കിൽ പിന്നെ അത് ഇത്തിരി സോഫ്റ്റ് ആവും. അപ്പം 2 തവ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വെച്ച്. തുണിയായിരുന്നു പോൾമോൾ സ്റ്റൂളിട്ട് കയറിയിട്ട് അവിടെ നിന്ന് വിരിക്കാമെന്ന് പറഞ്ഞ്. അപ്പം ഞാനെല്ലാം എടുത്തു കൊടുക്കുക. അവിടെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് സെയിം വോയിസ് ഇടാൻ പറ്റാഞ്ഞത്, അവിടെ പ്രീസനും ബഹളം വയ്ക്കുക, ഭയങ്കര ചിലപ്പാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അവന് ഈ ബ്ലാക്ക് ഡ്രസ്സ് അല്ലാതെ വേറെ ഒന്നും വേണ്ട. അവൻ ഒരു ടീഷർട്ട് ഞാൻ ഇവിടെ ഇടാൻ നേരം പറയുക, വേണ്ട അത് വെളിയിലിട്, ഞാൻ പെട്ടെന്ന് ഉണങ്ങും. ഞാൻ ചോദിച്ചു എന്താടാ, എനിക്ക് ഇട്ടോണ്ട് പോയില്ലത്. ഞാൻ പറഞ്ഞു അവന് ബ്രൗൺ ഉണ്ട്, വേറൊരു കളറുണ്ട്, അതൊന്നും അവന് വേണ്ട. അവൻ ഈ ഇട്ടത് ഉണങ്ങിയിട്ട് ഇപ്പോൾ ഈ കഴുകിയത് ഉണങ്ങിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. എന്തോ സ്വഭാവം എന്ന് പറ. പക്ഷേ അന്ന് ഈ റീച്ചാനും ഇവനോട് പോയി വാങ്ങിച്ചും ഈ ടീഷർട്ടും സാധാരണ ഈ കമ്പനികളിലും പിന്നെ നമ്പറിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ 3L XL പിന്നെ വാങ്ങിക്കുക, അത് ഇപ്പോൾ പെർഫെക്റ്റ് ആണെങ്കിൽ വേറെ ഏത് ഒരു കമ്പനിയുടെ വാങ്ങിച്ചുണ്ടെങ്കിൽ അത് 3XL 4XL വാങ്ങിക്കുന്നത് അവന് ഭയങ്കര ലൂസായിപ്പോയി. അത് അവിടെ ഞാൻ പറയാം എന്നാൽ നിങ്ങൾ അവിടെ വെച്ച് ഇട്ട് നോക്കാം, ഞാൻ ഇട്ട് നോക്കിയോണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പോൾ അതങ്ങ് ഒത്തിരി അവനങ്ങ് ഒരു വല്ലാത്ത ലൂസായി. ഞാൻ പറഞ്ഞു ഇനി എന്തേലും ഞാൻ വന്നിട്ട്, അവൻ പറഞ്ഞു ഇനി മമ്മി ഒരു ദിവസം മമ്മി വന്നിട്ട് എടുക്കുന്നു. അവർ അപ്പനും കൂടെ പോയി എടുത്തത് ആകെ പദമാക്കി. അന്നേരം റീച്ചാൻ പറഞ്ഞ് നേരത്തെ അവൻ്റെ എടുത്തുകൊണ്ടിരുന്നത് സെയിം നമ്പറാന്ന്. ഞാൻ പറഞ്ഞു ചില കമ്പനികളിൽ വ്യത്യാസം വരും, ചില അത് ഒത്തിരിയും കൂടെ പിന്നെ ബ്രാൻഡഡ് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അത് 4XL ചിലപ്പോൾ 3XL മതിയാവുമായിരുന്നു, അത്രയും മതിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവനെ വഴക്ക് പറഞ്ഞു. ഞാൻ പറയാം ബ്രൗൺ ഇട്ടുകൊണ്ടൊന്ന് പോയാൽ മതിയെന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഞാൻ ഇവിടെ തന്നെ വിരിയിപ്പിച്ചു. അപ്പോൾ തുണികളെല്ലാം വിരിച്ചു കഴിഞ്ഞ് അപ്പോഴത്തേക്കിന് അരിയൊക്കെ തിളച്ച് അതൊന്ന് അടച്ചിടട്ടെ. അപ്പോൾ പാത്രങ്ങളൊക്കെ തുണിയൊക്കെ ആ പൈപ്പൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇനിയും പാത്രങ്ങളൊക്കെ കഴുകേണ്ട, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. ഞാനവിടെ പാല് കവർ ഇങ്ങനെ വെച്ചേക്കുന്നത് അതിൻ്റെ അകത്തെ നമ്മൾ കവറൊന്ന് കഴുകുമല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി പോയിട്ട് വേസ്റ്റ് ബക്കറ്റ് ഇടും. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇടുവാണെങ്കിൽ ചിലപ്പം നമ്മൾ വേസ്റ്റ് ബക്കറ്റിൽ ഒരു കവർ ഇട്ടിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതിൽ നിന്നും വെള്ളം ബക്കറ്റ് നമ്മുടെ ആ ഡബ്ബയ്ക്കകത്ത് പോകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയതാണ്. പണ്ടൊക്കെ എൻ്റെ കല്യാണത്തിന് മുമ്പിട്ടൊക്കെ അവിടെയൊക്കെ ഈ കവറ് ഈ വെളുത്തുള്ളിക്കാർ വരുമായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ കപ്പലണ്ടിക്കാർ വരുമല്ലേ, പേപ്പർ കൊടുത്താൽ കപ്പലണ്ടി കിട്ടും. അതുപോലെ ഈ പാല് കവർ കൊടുക്കുമ്പം വെളുത്തുള്ളി കിട്ടുമായിരുന്നു. ഇപ്പോഴൊന്നും ഇല്ല. ഇപ്പോഴത്തെ വെളുത്തുള്ളിയുടെ വില കേട്ടാ. क्या वो जो हमने खरीदा ये क्या है? नहीं लस्सी। हाँ चल थोड़ा शक्कर और चाहिए? नहीं शक्कर വേണ്ട, സംസാരിച്ച് नहीं നല്ലയാടാ.
ഇവിടെ 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 എടുത്ത് കളിക്കണ്ട. संडे को बनाएगा हम लोग जो खरीदा എന്തോ गार्लिक शॉट. നീ ഒന്നും മാറി मेरे को एक काटने को ना. നീ ഇപ്പൊ പോ. ഞാൻ ഇച്ചിരി ഇവൻ കുറച്ച് ദിവസം കൊണ്ട് ലസ്സി ചോദിക്കുക. അവൻ ഇച്ചിരി ലസ്സി ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പം ഞാൻ അവന് ഇച്ചിരി കുടിക്കാൻ കൊടുത്തുണ്ടേ അവൻ ചിന്തിച്ച് തൈരാന്ന്. അപ്പം ഞാൻ പറഞ്ഞ ലസ്സിയുടെ അകത്ത് ഇച്ചിരി സബ്ജ സീഡ് ഇടാന്ന് പറഞ്ഞോണ്ടേ അവന് വേണ്ട. അപ്പം ലസ്സി കൊടുത്തതിൻ്റെ സന്തോഷം അവന്. देख के काटो. हाँ मम्मी इसे बात नहीं है. काटने नहीं आता इनको. नहीं आता. ധാറുണ്ട്. मैं क्या बोलता दूसरा चम्मच मत लो मैं काटू प्लीज एक बार. വേണ്ട വേണ്ട കളിക്കട്ടെ പോ. एक करने तो दे उसको. കൈ ഇരിക്കും. अरे नहीं नया चाकू वैसे समझ के कर दो. एक बार बस दूसरा ले. എടാ നീ പോയി പഠിക്കാൻ നോക്ക്. പ്രൈസൻ ടൈം ടേബിൾ എടുത്ത് വെക്ക് മേശപ്പുറത്ത്. मेरे को जाने से पहले एक പോളെ കൈ ഇതാവും. मैं क्या बोलता इतना बड़ा नहीं दूसरा मीडियम वाला. വിട്. നീ കൂടുതൽ വീഡിയോ കാണുന്ന സ്റ്റൈൽ കാണിക്കല്. എടാ കൈ പോകുന്നു. ज्यादा चाहिए पतला चाहिए पहले बता कैसे चाहिए. പോളെ അങ്ങനല്ല നീ പോ. ഡിമാർട്ടിൽ നിന്ന് അന്ന് വാങ്ങിച്ച നൈഫാണ് ഇത്. എനിക്ക് ഇത്തിരി നീളമുള്ളതാണ്. എനിക്ക് നല്ല മറ്റേത് അരിഞ്ഞരിഞ്ഞ് എനിക്ക് ഇതങ്ങനെ വാക്കില്ല. നല്ല വാത്തലുണ്ട്, നല്ല ധാറുണ്ട്. അപ്പോൾ അവന് ഈ വലുതൊക്കത്തില്ല. അതിൻ്റെ ഒരു മീഡിയം സൈസ് ഉണ്ടല്ലേ അതെടുത്ത് അവന് ഞാൻ പറഞ്ഞില്ല ആ മാഗിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം അരിയും വന്ന് സവാളയും അതിന് വേണ്ടി. അപ്പം എനിക്കും ഇതങ്ങനെ ചെയ്ത് പ്രാക്ടീസ് വന്നില്ല. അപ്പോൾ അവനത് ഒന്ന് കണ്ടിക്കട്ടെ എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെയാണ്. ഞാൻ വേണ്ട അലറുക കിടന്ന് അവൻ എവിടെ കേൾക്കാൻ. അവൻ പറഞ്ഞ് അവസാനം സപ്പോർട്ടിന് ഒരാൾ വന്ന് റേച്ചാൻ അവനൊന്ന് ചെയ്ത് നോക്കട്ടെ. ഞാൻ പറഞ്ഞ് വാത്തലുള്ളതാ കൈ എങ്ങാണം മുറിയും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് റേച്ചാൻ കേട്ടില്ല. എന്നിട്ട് ഞാൻ പിന്നെ കൊടുത്തു. അപ്പോൾ സവാള അവൻ വലിയ പീസാക്കി. ഞാൻ പറഞ്ഞ് അങ്ങനൊന്നും അല്ല നീ വെച്ചിട്ട് പോന്ന്. ഞാൻ കിടന്നലറിയിട്ട് ഇവൻ അനുസരിക്കുക. അവന് സപ്പോർട്ട് അവൻ നിർത്തിയനായിരുന്നു. ഈ റേച്ചാൻ സപ്പോർട്ടിങ്ങിന് വന്നതുകൊണ്ട് അത്ര ഇതായത്. അവൻ ഈ വീഡിയോ കണ്ട് വലിയ സ്റ്റൈലി ഇങ്ങനെ സ്പീഡി അരിയത്തില്ലേ അതായി കാണിക്കുന്നതിനായി അവൻ നടക്കുന്നത്. അവർ അങ്ങോട്ട് ചെയ്യുമ്പോൾ അറിയാം. നമ്മളും ചിന്തിക്കും അത് ഈസിയാണ്, പക്ഷെ ചെയ്യുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ടൊമാറ്റോ ചട്നിക്കായിരുന്നു അരിഞ്ഞത്. അപ്പം ടൊമാറ്റോ ചട്നിയൊക്കെ അടപ്പത്തിട്ടിട്ട് അതൊക്കെ ഇന്ന് റെഡിയായി. അപ്പോൾ എൻ്റെ കാന്താരിക്കകത്ത് 3 കാന്താരി പഴുത്ത് നിൽക്കുന്നു. അപ്പോൾ അത് മേപ്പോട്ട് അത് കുരുടിച്ചങ്ങ് പോവുക. മേളി ഇനിയും ബീമിൽ തട്ടി നിൽക്കുക. ഇനി ഞാൻ ചിന്തിച്ച് നടുക്കൊന്ന് കട്ട് ചെയ്ത് കളയാന്ന്. ശിഖരം കട്ട് ചെയ്തിട്ട് ശിഖരം പൊട്ടുമെന്ന് പറഞ്ഞാൽ പോളിന് മനസ്സിലായില്ല ശിഖരം പൊട്ടുമെന്ന് പറഞ്ഞത് എന്തുവാന്ന്. ഇച്ചിരി കണ്ടിക്കായിരുന്നു. ശിഖരം പൊട്ടുമായിരുന്നു. അപ്പം നമ്മൾ നട്ടതിന്ന് 1 ആവട്ടെ 2 ആവട്ടെ കുരുടിച്ചതാവട്ടെ നല്ലതാവട്ടെ പറിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല സന്തോഷമല്ലേ. അതെന്തോ എത്ര നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടും അതൊന്ന് വാടി നിൽക്കും. അപ്പോൾ ഈ ഇട മൊത്തം പോൾമോനായിരുന്നു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അത് കണ്ടേ വല്ലാതെ നിൽക്കുന്നതെന്നും പറഞ്ഞ് ഇഷ്ടമായിരുന്നു. ആൾ തന്നെ ബോട്ടിലെടുത്ത് കൊണ്ട് വെള്ളം ഒഴിക്കുമായിരുന്നു. അപ്പോൾ റേച്ചാൻ നേരത്തെ വന്നാൽ ഞാൻ പറഞ്ഞില്ല പാളയംതോടൻ പഴം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അത് കൊണ്ടുവന്ന ഒട്ടനെ എനിക്ക് അന്ന് രാത്രി പിന്നെ ഞാൻ പുട്ടുണ്ടാക്കി കഴിച്ച്. പുട്ടും പഴവും കൂടെ കൊണ്ടുവന്നപ്പോൾ തന്നെ എന്തോ മണമായിരുന്നു. നല്ല ചക്കപ്പഴത്തിൻ്റെ മണമായിരുന്നു. പ്രീസം പറയും നല്ല ജാക്ക് ഫ്രൂട്ടിൻ്റെ മണം തിന്നാൻ പറഞ്ഞാൽ തിന്നത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലിലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.